ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. അതിനാവശ്യമായിട്ട് നമുക്ക് 2 കപ്പ് അവലാണ് വേണ്ടത്. 250 ml കപ്പ് അളവിലാണ് ഞാനിവിടെ അവലെടുത്തേക്കുന്നത്. ഇതുപോലൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അവലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അവൽ നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അവലിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മൾ കയ്യിലൊന്ന് എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് നെരിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് അവൽ പൊടിഞ്ഞു വരുന്ന രീതിയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നന്നായി ഫ്രൈ ആയെന്നാണ് അർത്ഥം. അപ്പം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് അവൽ മാറ്റിയിട്ട് കൊടുക്കാം. അവലിൻ്റെ ചൂടാറുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അവൽ ആ ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് ഒന്ന് പൊടിച്ചു കൊടുക്കാം. മിക്സിയിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കൈ കൊണ്ട് തന്നെ പൊടിക്കാവുന്നതേ ഉള്ളൂ. മിക്സിയിലിട്ട് പൊടിക്കുകയാണെങ്കിൽ ഒരുപാട് പൊടിഞ്ഞു പോകും, അത്ര നമുക്കിവിടെ പൊടിയേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ അവലൊക്കെ നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിവിടെ മാറിയിരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചിരവിയതാണ്. അവലെടുത്തത് നമ്മൾ 2 അളവ് കപ്പിലാണ്, പക്ഷേ നമുക്ക് തേങ്ങ 1 കപ്പ് അളവിൽ മതിയാവും. നമുക്ക് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുന്നത് വരെ നമുക്കൊന്ന് അതേ ഫ്രൈ പാനിൽ തന്നെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. നമ്മുടെ തേങ്ങയും തേങ്ങയിലെ വെള്ളമെല്ലാം പോയി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ സമയം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കപ്പലണ്ടിയും ബദാമുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കയ്യിലുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് കടലയാണെങ്കിലും നമുക്ക് പീനട്ട്സ് ഇല്ലേ, അതാണെങ്കിലും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്ത് നിർബന്ധമൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തേച്ചാൽ മതി. എൻ്റെ കയ്യിൽ ഇവിടെ ഇരുന്നതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അവൽ ഇട്ട് കൊടുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന കപ്പിലേക്ക് തന്നെ നമുക്ക് തേങ്ങ ചിരവിയതും കൂടെ ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുക്കാവേ. ഇനി അതൊന്ന് ഒരു തവി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര വേണം. ഞാനിവിടെ 1 കപ്പ് ശർക്കര ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ശർക്കര നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കണം. ഇനി ശർക്കര നമ്മൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് പാനിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം സ്റ്റൗ ഓഫാക്കി കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2-3 ഏലക്ക എടുത്തിട്ട് ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഏലക്കയുടെ ഫ്ലേവറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ ഏലക്കയുടെ ഫ്ലേവറും കൂടെ ഉണ്ടെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. ശർക്കരപ്പാനി നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ശർക്കരയിൽ എന്തെങ്കിലും കല്ലോ മുട്ടോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വീഴാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ അരിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ ആയിട്ട് വേണം ശർക്കരപ്പാനി ഒഴിക്കാൻ. ഞാൻ ആദ്യം ഒരു ട്രിപ്പ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി രണ്ടാമത് ഒന്നും കൂടെ ഒഴിക്കുവാണ്. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി മുഴുവൻ എനിക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളും അതുപോലെ നോക്കണം. നമുക്ക് ശർക്കരപ്പാനി മുഴുവനും ഒഴിക്കുവാണെങ്കിൽ നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല, അളവിനനുസരിച്ച് മാത്രം ഒഴിച്ചെടുത്താലും മതിയാവും. എനിക്കിവിടെ ഞാൻ എടുത്ത ശർക്കരപ്പാനി മുഴുവനും എടുക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇനി നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. ചൂട് പോയതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ബോൾസാക്കി എടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ നെല്ലിക്ക പരുവത്തിന് ബോൾസാക്കി നമുക്ക് എടുക്കാം.
മിഠായിയൊക്കെ കഴിക്കുന്ന ലാഘവത്തോടുകൂടി നമ്മളിത് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ കുട്ടികൾ കഴിച്ച് തീർക്കുന്നത് അറിയില്ല. ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ആയതുകൊണ്ട് നമുക്ക് വേറെ കുഴപ്പമില്ല, എത്ര കഴിച്ചാലും ഒരു വിഷയമില്ല. അങ്ങനെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അവിലെല്ലാം നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിന് നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കി വെക്കാം. നമ്മുടെ കയ്യിൽ നെയ്യും കൂടെ നമ്മൾ തടവിയിട്ടല്ലേ ഇത് ബോൾസ് ആക്കി വിടുന്നത്. നെയ്യുടെയും കൂടെ ടേസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇനി നെയ്യ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കും കുറച്ച് നമ്മൾ വീട്ടിലുള്ള വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും കയ്യിൽ തടവി കൊടുത്തതിന് ശേഷം നമുക്കിത് ബോൾസ് ആക്കിയാലും മതിയാവും. നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുഴുവനും ചൂടാറിയതിന് ശേഷം നമ്മളിങ്ങനെ ബോൾസ് ആക്കാൻ നിൽക്കുവാണെങ്കിൽ ബോൾസ് ആവത്തില്ല. നമ്മൾ ചൂട് അധികം പോകുന്നതിന് മുമ്പ് തന്നെ വേണം കേട്ടോ നമ്മളിത് ബോൾസ് ആക്കാനായിട്ട്. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുതേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് നെക്കി വിടണേ, എങ്കിലേ ഉള്ളൂ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. തീർത്തും സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ ഇടുന്നത്. എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അങ്ങനെ നമ്മുടെ എല്ലാ ബോൾസും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തീർത്തും ഹെൽത്തിയാണ്, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഒരിക്കലെങ്കിലും നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ടേസ്റ്റ് അപാര ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇതുപോലത്തുള്ള റെസിപ്പീസും വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.